എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ARM, കിഷ്കിന്ധകാണ്ഡം, ബാഡ് ബോയ്സ്, കൊണ്ടൽ എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതേസമയം ഈ വർഷത്തെ ഓണം വിന്നർ ആരാണ് എന്നീ അപ്ഡേറ്റുകളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ ടോനി തോമസിനെ നായകനാക്കി സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമയാണല്ലോ ARM. നിലവിൽ 8 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ARM എന്ന സിനിമയുടെ 8ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,30,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 27 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 51 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 8ാം ദിവസമായി ഇന്നലത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 55 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 30 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ARM എന്ന സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ചെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 60 കോടിയിലേക്ക് എത്തപ്പെടണം. ബോക്സ് ഓഫീസിൽ വിജയിക്കണമെങ്കിൽ ഈ ആഴ്ചയോടുകൂടി തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആ കളക്ഷനിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ആസിഫ് അലി നായകനെ എത്തിയ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ്. 8ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,25,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 8 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 24 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. 6 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ പെപ്പെ നായകനായി എത്തിയ കൊണ്ടൽ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ്. 7ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,80,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഒമർലൂർ സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ 7ാം ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ബാഡ് ബോയ്സ് എന്ന സിനിമ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,50,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ബാഡ് ബോയ്സ് എന്ന സിനിമ ഈ ആഴ്ചയോടുകൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 2 കോടിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അങ്ങനെ ഈ വർഷം 4 സിനിമകളാണ് മലയാളത്തിൽ നിന്നും ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയിരുന്നത്. നിലവിൽ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തെ ഓണം വിന്നറായിരിക്കുന്നത് ആസിഫ് അലിയുടെ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമയാണ്. 6 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ 14 കോടി രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 24 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഈ 4 സിനിമകളിൽ നിന്ന് ബഡ്ജറ്റ് പ്രകാരം ആ ഒരു വെർഡിറ്റിലേക്ക് കളക്ഷൻ എത്തിയിരിക്കുന്നത് അത് കിഷ്കിന്ധകാണ്ഡം തന്നെയാണ്. നിലവിൽ ARM എന്ന സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത് 30 കോടി രൂപയാണ്. ARM എന്ന സിനിമ നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ചെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം വിജയിക്കണമെങ്കിൽ 60 കോടിയിലേക്ക് എത്തപ്പെടണം. ARM എന്ന സിനിമ ആ ഒരു വെർഡിറ്റിലേക്ക് എത്തണമെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ അല്ലെങ്കിൽ നാളത്തെ കളക്ഷനോട് മാത്രമേ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 60 കോടിയിലേക്ക് എത്തപ്പെടുകയുള്ളൂ. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.